എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു അടിപൊളി പനീർ ബട്ടർ മസാല തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റോടു കൂടി തന്നെ റെഡിയാക്കിയെടുക്കാം. ഫ്രഷ് ക്രീം ചേർക്കുന്നില്ല, അതിനു പകരം കാഷ്യൂ നട്ട് അരച്ച് ചേർക്കുകയാണ്. അതിനായിട്ട് 20 കാഷ്യൂ നട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് അല്പം ബട്ടർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടി കരിഞ്ഞു പോകരുത്. പെട്ടെന്ന് പനീർ ചേർത്ത് ഇളക്കിയെടുക്കാം. ഒരു 3-4 മിനിറ്റോളം ഇത് ഇളക്കി കൊടുക്കാം. എന്നിട്ട് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി പാനിലേക്ക് അല്പം ബട്ടറും 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും കൂടി ചേർക്കാം. അതിലേക്ക് കറുകപ്പട്ട, 3 ഗ്രാമ്പു, 2 ഏലക്ക തൊലി കളഞ്ഞത്, 2 പിരിയമുളക്, 3 മീഡിയം സൈസിലുള്ള സവാള. അരച്ചെടുക്കാനുള്ളതായതുകൊണ്ട് സവാള ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് ചേർക്കാം. ഇനി 4 അല്ലി വെളുത്തുള്ളിയും ചെറിയ പീസ് ഇഞ്ചിയും 1 പച്ചമുളക് ചേർക്കുന്നുണ്ട്. അതേപോലെ 2 മീഡിയം സൈസിലുള്ള തക്കാളി ചേർക്കാം. നല്ല പഴുത്ത തക്കാളിയാണ്. അതും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുക്കുന്നതേ ഉള്ളൂ. ഇത്രയും മതിയാകും. ഇനി തണുത്തതിന് ശേഷം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇതിനിടയ്ക്ക് കാഷ്യൂ നട്ട് അല്പം വെള്ളം ചേർത്ത് ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി പാനിലേക്ക് അല്പം ബട്ടർ ചേർക്കാം. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി അതിലേക്ക് അരച്ചു വെച്ച മിക്സ് ചേർത്ത് ഇളക്കിയെടുക്കാം. 1 കപ്പ് വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് അതും കൂടെ ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം അടച്ചു വെച്ച് അല്പനേരം കുക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ചേർക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം കയ്യിൽ വെച്ച് ഇതേപോലെ പൊടിച്ച് ചേർക്കാം. ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഇതിലേക്ക് ചെറിയൊരു മധുരത്തിന് വേണ്ടി 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. ഇനി പനീർ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. കൂടുതൽ സമയം കുക്ക് ചെയ്യേണ്ട, ഒരു 5 മിനിറ്റ് മതിയാകും. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കാഷ്യൂ നട്ടിൻ്റെ പേസ്റ്റ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഫ്രഷ് ക്രീം ചേർക്കുമ്പോഴുള്ള അതേ ടേസ്റ്റ് തന്നെയാണ്. ഗാർണിഷ് ചെയ്തെടുക്കാനായി അല്പം ക്രീം മാറ്റി വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.